ഹായ് എവ്രി വൺ. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ റിസർച്ച് മെത്തഡോളജിയുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന 4 സ്റ്റെപ്പുകൾ, എഡിറ്റിംഗ് എന്താ, കോഡിംഗ് എന്താ, ദെൻ അതുപോലെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഈ 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാഫും ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിൽ പറയണത്. സോ ഇത്തരത്തിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്ന് നമുക്ക് ആ ഒരു വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു വാരിയബിൾസിനെ മെഷർ ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഏതൊക്കെ ടെക്നിക്സ് ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതാണ് പറയാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫാണ്. നോൺ ക്യുമുലേറ്റീവ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വാല്യൂസ് ആഡ് ചെയ്യുന്നില്ല പരസ്പരം. അത് വെർട്ടിക്കൽ റെക്ടാങ്കിൾസ് ആണ് അവിടെ ഡ്രോൺ ചെയ്യുന്നത്, ക്ലോസ് ടു ഈച്ച് അതർ. അതായത് അടുത്തടുത്തുള്ള വെർട്ടിക്കൽ റെക്ടാങ്കിൾസിലൂടെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വാരിയബിൾസിനെ എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. യെസ്, ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കുട്ടികളുടെ മാർക്കും അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസും മാർക്സുമാണ് എടുത്തിട്ടുള്ളത്. 20 to 30 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ മാർക്ക് വരുന്നത് ഒരാൾക്കാണ്. ദെൻ 30 to 40 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ 2 പേർക്കാണ്. ദെൻ 40 to 50 എന്നുള്ള ഒരു റേഞ്ചിൽ ഒരാൾക്കാണ്. 50 to 60 റേഞ്ചിൽ 2 പേർക്കാണ്. ദെൻ 60 to 70 റേഞ്ചിൽ 6 പേർക്കാണ്. സോ ഇത്തരത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും മാർക്കുമാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ, ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. സോ ഇതുപോലെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വെച്ച് എന്ത് ചെയ്യുന്നത്, വാരിയബിൾസിനെ മെഷർ ചെയ്യണത്. ഇവിടെ റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡ്രോൺ ചെയ്യണത്. അതും 2 ബാറുകളുടെ ഇടയിൽ എന്തില്ല, സ്പേസ് ഇല്ല. ഓരോ ബാറുകളും ക്ലോസ്ഡ് ആണ്, അടുത്തടുത്ത്, ക്ലോസ് ടു ഈച്ച് അതർ, അടുത്തടുത്താണ് സിറ്റുവേറ്റ് ചെയ്യണത്. സോ അതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഫസ്റ്റ് ടൂൾ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടെക്നിക്കിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബാർ ചാർട്ട്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബാർ ചാർട്ട്സ്. അതായത് റെക്ടാങ്കുലർ ബാർസിലൂടെ അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു വാരിയബിളിനെ റെപ്രസെന്റ് ചെയ്യണത്, അതിന്റെ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ബാർ ചാർട്ട് എന്ന് പറയാം. അവിടെ ഹൈറ്റും ലെങ്ത്തും ഒക്കെ ആ ഒരു വാല്യൂവിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കളേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രിഫറൻസസ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പിങ്ക്, അങ്ങനെ 5 കളേഴ്സ് ഉണ്ട്. അതിനെ കുട്ടികൾ എത്രമാത്രം പ്രിഫർ ചെയ്യുന്നു, എത്ര കുട്ടികൾ പ്രിഫർ ചെയ്യുന്നു, ആ ഒരു റേറ്റാണ് കാണിച്ചിട്ടുള്ളത്. സോ റെഡ് എന്ന് പറയുന്ന ആ ഒരു കളർ പ്രിഫർ ചെയ്യുന്നത് 8 കുട്ടികളാണ്. ദെൻ ബ്ലൂ എന്നുള്ളത് 6ന്റെയും 8ന്റെയും ഇടയിൽ, അതായത് ഒരു ഓൾമോസ്റ്റ് 7 റേഞ്ചിൽ വരുന്നുണ്ട്. ദെൻ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു 5 റേഞ്ചിൽ വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ നമ്മൾ ഓരോ റെക്ടാങ്കുലർ ബാർ ആയിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വാരിയബിളിന്റെ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഏതിൽ പറയണത്, ബാർ ചാർട്ടിൽ പറയണത്. പക്ഷെ ബാർ ചാർട്ടും ഹിസ്റ്റോഗ്രാമും ഓൾമോസ്റ്റ് സിമിലർ അല്ലേ എന്ന് തോന്നാം. പക്ഷെ വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോഗ്രാമിന്റെ ഇൻ ബിറ്റ്വീൻ ഓരോ ബാറുകളുടെയും ഇടയിൽ സ്പേസ് ഇല്ല. പക്ഷെ ബാർ ചാർട്ട് എന്ന് പറയുന്നത് ഈക്വൽ സ്പേസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഹിസ്റ്റോഗ്രാമും ബാർ ചാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയി വരുന്നത്. ദെൻ നമ്മുടെ തേർഡ് മെത്തേഡ്, മൂന്നാമത്തെ ടൂളാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കുലർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫാണ്. അതായത് റൗണ്ട് ആയിട്ട് സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ അതിനെ വരയ്ക്കുന്നത്. അതിന്റെ ഫുൾ എന്ന് പറയുന്നത്, അതായത് ഫുൾ സർക്കിൾ വരുന്നത് 100% ആണ്. 100% ആ മുഴുവൻ സർക്കിൾ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഓരോരോ സ്ലൈസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഒരു പിക്ചറിൽ കാണാവുന്ന പോലെ തന്നെ നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ബ്ലൂ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഗ്രീൻ എന്ത് കാണിക്കുന്നു, യെല്ലോ എന്ത് കാണിക്കുന്നു എന്നൊക്കെ സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ എൻറ്റയർ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 45.4% ഹിസ്പാനിക് ആണ്. ദെൻ ഗ്രീൻ, ആഫ്രിക്കൻസിനെയാണ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യണത്. അങ്ങനെ എൻറ്റയർ സർക്കിളിനെ ആ 100%നെ ദെൻ ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസിനനുസരിച്ച് സ്ലൈസസ് ആക്കി ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ
അതിനെയാണ് പൈ ചാർട്ട് എന്നുള്ളതിൽ നമ്മൾ പറയണത്. സോ പൈ ചാർട്ട് ഈസ് എ circular statistical graph which is divided into slices to illustrate numerical proportions. ന്യൂമറിക്കൽ പ്രൊപ്പോർഷൻസിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, അവിടെ ഒരു സർക്കിളിനെ നമ്മൾ സ്ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പൈ ചാർട്ട്സിൽ പറയണത്. ദെൻ ഫോർത്ത് വൺ, നമ്മുടെ നാലാമത്തെ മെത്തേഡാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ക്ലാസ് ഇന്റർവെൽസും അതേപോലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും, മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് ഇന്റർവെൽസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ്. ക്ലാസ് ഇന്റർവെൽസ് അതായത് 10 to 20 എടുക്കുമ്പോൾ 15, 20 to 30 എടുക്കുമ്പോൾ 25, അങ്ങനെ ക്ലാസ് ഇന്റർവെൽസിന്റെ മിഡ് വാല്യൂ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും വെച്ചാണ് ഒരു ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ ഡ്രോ ചെയ്യണത്. ഓരോരോ പോയിന്റ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആ എല്ലാ പോയിന്റ്സിനെയും ചേർത്ത് ഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു ഫ്രീക്വൻസി പോളിഗൺ ആയിട്ടുണ്ട്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്, ഫ്രീക്വൻസി പോളിഗണിന്റെ എക്സാമ്പിൾ ആണ്. y/x രണ്ട് ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസിയും ടൈമും എടുത്തിട്ടുണ്ട്. സോ അതാണ് ഫ്രീക്വൻസി പോളിഗണിൽ പറയണത്. ദെൻ ലോറൻസ് കർവ്. ലോറൻസ് കർവ് എന്ന് പറയണത് ഒരു ലൈൻ ചാർട്ട് ആണ്. It is the graphical representation of the cumulative distribution function of a probability distribution. അതായത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ കാണിക്കാനാണ് ലോറൻസ് കർവ് യൂസ് ചെയ്യുന്നത്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ ആ വാരിയബിൾസിന്റെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ആട്രിബ്യൂട്ട്സിന്റെ ക്യുമുലേറ്റീവ് പ്രൊപ്പോർഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനും ക്യുമുലേറ്റീവ് പോർഷൻ ഓഫ് ഇൻകം അത്തരത്തിൽ ക്യുമുലേറ്റീവ് ആയിട്ടാണ്, അതായത് സക്സസീവായി ആഡ് ചെയ്തിട്ടാണ് വാല്യൂസ് എടുത്തിട്ടുള്ളത്. സോ അതിനെയാണ് ലോറൻസ് കർവ് എന്നുള്ളതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പിക്ടോഗ്രാം. പിക്ടോഗ്രാമിന് പറയുന്ന മറ്റ് പേരുകളാണ് പിക്ടോഗ്രാഫ് ചാർട്ട്, പിക്ടോറിയൽ ചാർട്ട്, പിക്ടോറിയൽ യൂണിറ്റ് ചാർട്ട്, പിക്ചർ ഗ്രാഫ് എക്സെട്ര. ഇത്തരം പല പേരിൽ പിക്ടോഗ്രാം പറയുന്നുണ്ട്. പിക്ടോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു വാരിയബിളിനെ നമ്മൾ അതിനെ ഒരു ഐക്കൺ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് പിക്ടോഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പിക്ചറിൽ കാണാം, നമ്മൾ സ്മോൾ ടൗൺസ്, കുറച്ച് ടൗണുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് ചിൽഡ്രൻ, അതായത് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് അപ്പുറത്തെ സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടൗൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 5 കുട്ടികളാണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളത്. ദെൻ നമ്മുടെ മൂന്നാമത്തെ മിഡ്വേ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 7 കുട്ടികളാണ്. സോ ഇത്തരത്തിൽ ഓരോ ടൗണിലും നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് ചിൽഡ്രൻ അത് എത്രയാണെന്ന് കാണിക്കാൻ ഇപ്പൊ 5 അല്ലെങ്കിൽ 4, 7, 3 എന്നുള്ള ആ നമ്പറിന് പകരം അവിടെ പിക്ചേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. സോ അതിനെയാണ് പിക്ടോഗ്രാഫിൽ പറയണത്. ദെൻ നെക്സ്റ്റ് വൺ, ദ സെവൻത് വൺ, ഒജീവ് കർവ്. ഒജീവ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയൻ, ക്വാർട്ടൈൽ, പെർസെന്റൈൽ അതിനെയൊക്കെ അത്തരം ഫാക്ടേഴ്സിനെ അത്തരം വാല്യൂസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫാണ് ഒജീവ് കർവ് എന്നുള്ളത്. ഇവിടെ എക്സ് ആക്സിസിൽ ക്ലാസ് ഇന്റർവെൽസ് എടുക്കുന്നു, വൈ ആക്സിസിൽ അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എടുക്കുന്നു. ഒജീവ് കർവ് എന്നുള്ളത് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അത് മീഡിയൻ, ക്വാർട്ടൈൽ, പെർസെന്റൈൽ അതെല്ലാം കാണിക്കാൻ വേണ്ടിയാണ്, അതിന്റെ എല്ലാം വാല്യൂസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഒജീവ് കർവ് നമ്മൾ വരയ്ക്കുന്നത്. എക്സ് ആക്സിസിൽ ക്ലാസ് ഇന്റർവെൽസും വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് യൂസ് ചെയ്യുന്നത്. യെസ്, ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ എക്സ് ആക്സിസിൽ ക്ലാസ് ഇന്റർവെൽസ് എടുത്തിട്ടുണ്ട്. 2, 5, 8, 11 എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ഇന്റർവെൽസ് ആണ് എടുത്തിട്ടുള്ളത്. ദെൻ വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ്. ദെൻ അതിന്റെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്താണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒജീവ് കർവ് വരച്ചിട്ടുള്ളത്. സോ ഈ 7 ടൂൾസ് അല്ലെങ്കിൽ ഈ 7 ടെക്നിക്കാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിൽ പറയുന്നത്. ദെൻ പിന്നീട് വരുന്ന നെക്സ്റ്റ് ഏരിയ ആണ് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ പാക്കേജസ് ഇൻ റിസർച്ച്. ഒരു റിസർച്ചിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പാക്കേജസ്. ഫസ്റ്റ് വൺ ആണ് മിനിടാബ് എന്ന് പറയുന്നത്. മിനിടാബ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഒരുപാട് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ജനറേറ്റ് ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നുണ്ട്. റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ അനാലിസിസ്, ദെൻ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ റിഗ്രഷൻ അനാലിസിസും കോറിലേഷൻ അനാലിസിസും അനോവ
അനാലിസിസ് ഓഫ് വാരിയൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ ഏത് സഹായിക്കുന്നുണ്ട്? മിനിടാബ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സൽ ആണെങ്കിലും ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സാമ്പിൾ സൈസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഇന്റർവൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ, ഹൈപ്പോതെസിസുകളെ ടെസ്റ്റ് ചെയ്യാൻ, വാരിയൻസസ്, ടു വാരിയൻസസ് അതിന്റെ ഡിഫറൻസസ് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടു മീൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസസിനെ ടെസ്റ്റ് ചെയ്യാൻ, കോറിലേഷൻ, റിഗ്രഷൻ, പ്രോബബിലിറ്റി, അങ്ങനെ ഒരുപാട് കേസസിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന പ്രോഗ്രാമും നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ മെഗാസ്റ്റേറ്റ്. മെഗാസ്റ്റേറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യാൻ, ദെൻ അനാലിസിസ് ഓഫ് വാരിയൻസിന്, കോറിലേഷൻ, റിഗ്രഷൻ, കൈ സ്ക്വയർ, ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ്, ദെൻ മറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിംഗ്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന അത്തരത്തിലുള്ള റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദെൻ ദ ലാസ്റ്റ് വൺ, നമ്മുടെ നാലാമത്തെ ടൂളാണ് SPSS. ആ SPSS സ്റ്റാൻഡ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദി സോഷ്യൽ സയൻസസ്. അതായത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനിൽ സോഷ്യൽ സയൻസ് ഡാറ്റ അത് മാനേജ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് SPSS എന്ന് പറയുന്നത്. അതായത് ഒരു കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടി സഹായിക്കുന്ന ഒന്ന്. സോ ഇങ്ങനെ 4 കമ്പ്യൂട്ടർ പാക്കേജസ് ആണ് റിസർച്ചിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മിനിടാബ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മെഗാസ്റ്റേറ്റ് ആൻഡ് SPSS. യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു വേ ആണ്. ദെൻ അതിൽ പറയുന്ന ടൂൾസ് ആണ് ഹിസ്റ്റോഗ്രാം എന്താന്ന് പറഞ്ഞു, അത് വെർട്ടിക്കൽ ഡയഗ്രാംസ് ആണ്, വെർട്ടിക്കലി ട്രാൻ ചെയ്യുന്ന ഡയഗ്രാംസ് ആണ്. ദെൻ അത് എന്താ ചെയ്യുന്നത്, ക്ലോസ് ടു ഈച്ച് അതർ, അടുത്തടുത്താണ് നമ്മൾ ട്രാൻ ചെയ്യുന്നത്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ഓരോ ബാറുകളുടെയും ഇടയിൽ സ്പേസസ് ഇല്ല. ദെൻ ബാർ ചാർട്ട് എന്താന്ന് പറഞ്ഞു, ഓരോ ബാറും എന്ത് ചെയ്യുന്നു, ഓരോ വാല്യൂസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ആണ്, ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ബാർസിന്റെ ഇടയിൽ എന്തുണ്ട്, സ്പേസസ് ഉണ്ട്. ദെൻ പൈ ചാർട്ട് നമ്മൾ പറഞ്ഞു, ഒരു ഫുൾ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ സ്ലൈസസ് ആയി ഡിവൈഡ് ചെയ്യാണ്. എൻറ്റയർ സർക്കിൾ എന്ന് പറയുന്നത് 100% ആണ്. ദെൻ ഓരോ വാരിയബിൾസിനെയും ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രീക്വൻസി പോളിഗൺ, നാലാമത്തെ പോയിന്റ് ആയിരുന്നു ഫ്രീക്വൻസി പോളിഗൺ. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ് ഇന്റർവെൽസിന്റെ മിഡ് പോയിന്റും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ആണ് അവിടെ ജോയിനിങ് ചെയ്യണത്. ഫ്രീക്വൻസീസ് y ആക്സിസിലും ദെൻ ഇന്റർവെൽസ് എവിടെയാണ് എടുക്കുന്നത്, x ആക്സിസിലും ആണ്. ദെൻ ലോറൻസ് കർവ് എന്താന്ന് പറഞ്ഞു, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻ ചാർട്ടിനെയാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്ന പോലെ രണ്ട് സൈഡിലും ബോത്ത് x ആൻഡ് y ആക്സിസിൽ നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ പിക്ടോഗ്രാം നമ്മൾ പറഞ്ഞു, അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്, ഐക്കൺസിലൂടെയാണ് ആ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. ദെൻ ഒജീവ് കർവ് ആണ് പറഞ്ഞത്, അവിടെ x ആക്സിസിൽ ക്ലാസ് ഇന്റർവെൽസും y ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും ആണ് എടുക്കുന്നത്. മീഡിയൻ, ക്വാർട്ടൈൽ, പെർസെന്റൈൽ തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ വാല്യൂസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ്സസ് ആണ് ഒജീവ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറഞ്ഞത് കമ്പ്യൂട്ടർ പാക്കേജസ് ആണ്, മിനിടാബ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മെഗാസ്റ്റേറ്റ്, SPSS. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പാക്കേജസ്. സോ ഇതോടുകൂടി നമ്മുടെ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.